ഈ പഴയ കമ്പനികൾക്ക് ഭയങ്കര ഡിമാൻഡാ. ചില ആൾക്കാര് ഈ പഴയ കമ്പനികൾ വാങ്ങാനായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ശരിക്കും പറഞ്ഞാ ഈ പഴയ കമ്പനികൾ, അതായത് വർക്കിംഗ് ഒന്നും അല്ലാത്ത കമ്പനികളുമുണ്ട്, വർക്കിംഗ് ആയ കമ്പനികളുമുണ്ട്. ഇത് മേടിച്ചിട്ട് എന്താണ് ഇവർക്ക് ആവശ്യം? ഇങ്ങനെ പഴയ കമ്പനികൾ മേടിക്കുന്നതിനുള്ള ഒരു റീസൺ എന്നുള്ളത്, ഇപ്പൊ ചില ടെൻഡറുകൾക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഒരു റീക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്നുള്ളത് തന്നെ ഇത്രയും വർഷം എക്സിസ്റ്റൻസിലുള്ള ഒരു കമ്പനി ആവണം എന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ചിലർ പഴയ കമ്പനീസിനെ മേടിക്കാറുണ്ട്. അതേപോലെ തന്നെ വേറെ കണ്ടുവരുന്നതാണ് ഇപ്പം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾക്കും അതേപോലെ നിധി കമ്പനികളുടെയൊക്കെ രജിസ്ട്രേഷൻ എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള NBFCകൾ, നിധി കമ്പനികൾ അക്വയർ ചെയ്യാനും ഇപ്പൊ കുറച്ച് ഡിമാൻഡ് ഉണ്ട്. പിന്നെ വേറൊരു കാരണം എന്നുള്ളത്, നല്ല ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള കമ്പനികളാണെങ്കിൽ ബാങ്കിൽ നിന്ന് ഫിനാൻസ് കിട്ടാനും കുറച്ചുകൂടെ താരതമ്യേന എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് വർഷം എക്സിസ്റ്റൻസിലുള്ള കമ്പനി ആണെങ്കിൽ ചില ബിസിനസ്സുകാർക്ക് ഒരു ലെഗസി ബിസിനസ് അക്വയർ ചെയ്യണമെന്നായിരിക്കും. അതായത് കുറച്ചധികം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനികൾ അക്വയർ ചെയ്യാറുണ്ട്.